ഗൈസ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ എത്ര അടിപൊളിയായിട്ടൊക്കെ കളിച്ചെന്ന് പറഞ്ഞാലും ആ 3 പോയിൻറ്റ്സ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് അതിൻ്റെ ഒരു വാല്യൂ എന്നുള്ളത്. സോ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് റീലായിട്ട് വിട്ടു, അതുകൊണ്ട് കുറേ ആളുകൾ അത് കാണുകയും ചെയ്തു എന്നുള്ളതാണ്. സോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീസണിൻ്റെ തുടക്കത്തിൽ 1-2 മാച്ചിലൊന്നും അല്ല നിൽക്കുന്നത്, 12ാമത്തെ മാച്ചാണ്, അതായത് ഹാഫ് ഓഫ് ദി സീസൺ കഴിഞ്ഞു. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടീമാണോ എന്നുള്ളതാണ്. നമ്മൾ ചില മാച്ചസിൽ അടിപൊളിയായിട്ട് കളിക്കാറുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് ചില അധികം മാച്ചസ് മോശമായിട്ട് കളിക്കും. അപ്പോൾ ഈ ഒരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു. അപ്പം അതൊരു പോസിറ്റീവായിട്ട് എടുക്കാമോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഞാൻ അതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് ആ കാര്യം പറഞ്ഞു എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം ആകുമ്പോഴത്തേക്കും പറയാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയേണ്ടതുണ്ട്. അതായത് ഈ ഒരു മത്സരത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള തരത്തിൽ എന്തെങ്കിലും നമുക്ക് ഫാക്ടേഴ്സ് പറയാനുണ്ടോ, അതിനേക്കാൾ അപ്പുറം എന്താണ് നമുക്ക് നെഗറ്റീവായിട്ട് അത് ബാധിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് കോച്ച് എന്ന് പറയുന്ന മിഗായൽ സ്റ്റാറെ, ഇദ്ദേഹം ഒരു അപ്രോച്ചിൽ വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട്. അതായത് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നൊരു മേഖലയാണ് ഡിഫൻസ്. സോ ആ ഡിഫൻസിനെ കുറച്ചും കൂടി കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വരുത്തിയൊരു ചേഞ്ചാണ് നമ്മൾ 5 at the back കളിക്കാം എന്നുള്ളത്. അത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമ്മുടെ വിങ്ങേഴ്സ് അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫൻസീവ് വർക്ക് റേറ്റ് അത്രമേൽ മികച്ച, ഇപ്പം എസ്പെഷ്യലി നമുക്ക് നോവയുടെ ആയിരുന്നു തന്നെ പറയാം. നോവയുടെ ഒരു കേസ് നമ്മൾ ഗോവ മാച്ചിൽ ആ ഒരു ബോറിസ് അടിച്ചിട്ടുള്ളൊരു ഗോൾ വന്നപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞാണ്. പിന്നെ അദ്ദേഹത്തിന് ആ ഒരു തരത്തിലുള്ള വർക്ക് റേറ്റ് കുറവാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതർ സൈഡിൽ അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സും ഉണ്ട് എന്നുള്ളത് അറിയാം. പിന്നെ നമ്മുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡ് നമുക്കറിയാം അത്ര മികച്ചതല്ല. പക്ഷേ കഴിഞ്ഞൊരു മാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് ബെറ്റർ ആയിട്ട്, ഇപ്പോൾ ഫ്രെഡിക്കാണെങ്കിലും ഡാനിഷിനാണെങ്കിലും കളിക്കാൻ സാധിച്ചിരുന്നു. അതിൻ്റെ ഒരു ഫാക്ടർ, ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ഒരു 3 at the back ആയിരുന്നു. അതുപോലെ ലെഫ്റ്റിൽ സഹീഫ് വന്നപ്പോഴും പറഞ്ഞല്ലോ, നോവ കഴിഞ്ഞ 2-3 മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് ഗെയിമായിട്ട് തന്നെയാണ് ഞാൻ ബൈ സ്റ്റാറ്റല്ല പറയുന്നത്, ഫോർ മീ ഒരു ഗുഡ് ഗെയിമാണ് എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം സച്ചിൻ സുരേഷിൻ്റെ ആ ഫസ്റ്റ് ഹാഫിലെ മിസ്റ്റേക്ക് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്കിപ്പം നന്നായിട്ട് കളിക്കാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലിയൊക്കെ ആണെങ്കിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നമുക്ക് എവിടെയാണ് പ്രശ്നങ്ങൾ പറ്റിയത് എന്നുള്ളത് നോക്കുമ്പോഴത്തേക്കും ഇപ്പം സൈഫിനെ മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ സൈഫ് ഒരു സപ്പോർട്ടിംഗ് റോളാണ് ആ ഒരു ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നോവയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു നോവയ്ക്കാണെങ്കിലും ഒരു സപ്പോർട്ടിംഗ് പ്ലെയർ എന്ന ലെവലിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറയുകയും ചെയ്തതാണ്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയിരുന്നു ഇദ്ദേഹം നോവയ്ക്ക് പാസ് ചെയ്യാൻ മാത്രമുള്ള ഒരു ലെവലിലാണോ കളിക്കുന്നത് എന്നുള്ളത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്നുള്ളത് കുറച്ചും കൂടി വ്യക്തമായിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് അദ്ദേഹം കളിക്കുന്നത് വരെ മനസ്സിലായി. അപ്പം അദ്ദേഹം മാറിയിട്ട് ഹോമിപ്പാം വരുന്ന ആ ഒരു രീതിയിലേക്ക് മാറുമ്പം അതൊരു നല്ല ചോയ്സായിട്ട് വിലയിരുത്തപ്പെടാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ഒരു മത്സരത്തിൽ 2-1 എന്ന് പറയുന്ന ഒരു ലീഡിലേക്ക് എത്തിയല്ലോ. സോ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിൽ ഒരു വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക്. അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിഫെൻസീവ്ലി ആ കളിയെ പിന്നീട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറി. പിന്നീട് മോഹൻ ബഗാൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞ പോലെ അറ്റാക്സ് കാര്യങ്ങൾ തുടരെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ നോവയാണെങ്കിലും ലൂണയാണെങ്കിലും നമ്മൾ 90 മിനിറ്റ്സ് കളിക്കാം എന്നുള്ളൊരു നേർച്ച വെച്ചതുപോലെയാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വരെ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൂണയെ പിൻവലിച്ച് കൊയ്ഫ് വന്നിരുന്നത് നമുക്ക് കുറച്ചും കൂടി ഡിഫെൻസീവ്ലി ഒരു സ്റ്റെബിലിറ്റി, അദ്ദേഹത്തെ ഒരു DM ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ റോളിലേക്കൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് സാധിച്ചേനെ എന്നുള്ളതാണ്. പിന്നെ പെപ്രയുടെ കേസ് എല്ലാവരും പറയുന്നതാണ് കുറച്ചും കൂടി നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ, അതും ഞാൻ ശരിവെക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെസൂസ് നമുക്കറിയാം ബോക്സിൽ നിന്ന് മാത്രം കളിക്കുന്ന പ്ലെയർ അല്ല, അദ്ദേഹം നന്നായിട്ട് വിഡ്രോ ചെയ്ത് വന്ന് ആ ഒരു ലെവലിൽ കളിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹം ആ ഒരു ടൈം ആയപ്പോൾ എക്സോസ്റ്റ് ആയി. നിങ്ങൾക്ക് അറിയാം, ഒരു 2-1 ലെവലിൽ നിൽക്കുമ്പോൾ ഇവരുടെ അറ്റാക്ക് വരുന്ന സമയത്ത് ഒരു കൗണ്ടർ സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഹെസൂസ് ഹോൾഡ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പം പെപ്രയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്രഷ് ലെഗായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എനർജി വന്നതിന് നമ്മളൊരു 3-1 എന്നൊക്കെ ആയിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ വേണമെങ്കിൽ മാറ്റാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു മത്സരത്തിൽ ആകെ യൂസ് ചെയ്തിട്ടുള്ളത് 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ്. സോ അതേ സാഹചര്യത്തിലാണ് മോഹൻ ബഗാൻ സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഒരു എഫക്റ്റീവാക്കി മാറ്റിയത് എന്നുള്ളതാണ്. മോഹൻ ബഗാൻ ആഷിഖ് കുർണിയൻ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറയാം, അവിടെ വരുന്നൊരു സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്രത്തോളം എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇപ്പം സന്ദീപാണ് കളിച്ചത്. സന്ദീപ് അപ്പ് ആൻഡ് ഡൗൺ കളിച്ച് അദ്ദേഹം പറഞ്ഞൊരു എക്സോസ്റ്റഡ് ആയ സാഹചര്യത്തിലേക്ക് മാറി. സോ ആഷിക്ക് നമുക്കറിയാം ഫസ്റ്റ് 11 തന്നെ കളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞ വിങ് ബാക്സിനും
അങ്ങനത്തെ ആ വിങ്ങിൽ കളിക്കുന്ന പ്ലെയേഴ്സിനും ഒരു ത്രെറ്റ് ഉണ്ടാക്കുന്ന, നിരന്തരം തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നു. നമ്മുടെ അവിടുത്തെ പ്ലെയർ ഈ പറഞ്ഞ പോലെ മൊത്തം എക്സോസ്റ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ഇറക്കാം? അവിടെ ഒരു പേരിനൊരു പ്ലെയർ അല്ല വേണ്ടത്. നമുക്കിപ്പം ആ ഒരു ഔട്ട്പുട്ട് തരുന്നൊരു പ്ലെയർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻസിൽ മാത്രം നമുക്ക് ഈ ഒരു മത്സരത്തിൽ ഒതുങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു 5-3-2 ഈ ഫോർമേഷനിൽ ഇത് കുറച്ചും കൂടി നിലവിൽ നമ്മുടെ ഉള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് കളിക്കാൻ പറ്റുന്നൊരു രീതി ഇത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഡിഫെൻസീവ്ലി ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലവിലൊരു പ്രശ്നം തന്നെ ആണല്ലോ അത് മനസ്സിലാക്കിയിട്ട് ജനുവരിയിൽ പുതിയ പ്ലെയേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് ചേഞ്ചസിലേക്ക് പോകാം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ റിസൾട്ട്സോ അല്ലെങ്കിൽ പോയിൻസോ ഒക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീൽ. പിന്നെ ഗൈസ്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മൾ എത്ര നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാലും 3 പോയിന്റ് കിട്ടിയില്ലെങ്കിൽ അതിലൊരു കാര്യമില്ലല്ലോ എന്നുള്ളത്. അത് ഞാൻ പറയാനുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഫാൻസ് അൺഹാപ്പിയാണ്, നമ്മൾ വി ഡിസേർവ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ലെവലിൽ നിൽക്കുകയാണ്. അപ്പം ആ സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മൾ ബെറ്ററായിട്ട് കളിച്ചു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞ് അത് മുങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഒരു മാച്ച് നന്നായിട്ട് കളിച്ചാൽ പിന്നീട് ആ ഒരു നെക്സ്റ്റ് മാച്ച് നന്നായിട്ട് കളിക്കണം എന്നുള്ളൊരു നിർബന്ധമില്ല. അതായത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടീമല്ല നമ്മൾ എന്നുള്ളതുകൊണ്ട് തന്നെ ക്ലബിനോടും പ്ലേയേഴ്സിനോടും കോച്ചിനോടും അല്ലെങ്കിൽ അവരിടുന്ന എഫേർട്ടിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടും തോറ്റു എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ കൂടെ ചിപ്സും സോഡയും വിറ്റിട്ട് നമ്മളെ പറ്റിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരോടെന്നും വിയോജിപ്പ് മാത്രമാണ്. അല്ലാതെ വിയോജിപ്പും പ്രതിഷേധങ്ങളും ഒരിക്കലും ക്ലബിനോടല്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്താൽ മറ്റൊരു കാര്യം സനിയ.